ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ബിഗ് ബോസ് സീസൺ 8ൻ്റെ ലോഗോ റിലീസായിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബിഗ് ബോസ് നമുക്ക് മുന്നിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇക്കുറിയും ലാലേട്ടൻ തന്നെയാണ് ബിഗ് ബോസിൻ്റെ ആങ്കർ. ബിഗ് ബോസിൽ സാധാരണയായി പല കാറ്റഗറിയിൽ നിന്നുള്ള കോണ്ടസ്റ്റൻസിനെയാണ് തിരഞ്ഞെടുക്കാറ്. അതിൽ സിനിമ, സീരിയൽ, മോഡലിംഗ്, ആങ്കറിംഗ്, സോഷ്യൽ മീഡിയ, ട്രാൻസ് കമ്മ്യൂണിറ്റി തുടങ്ങിയ ഏരിയകളിൽ നിന്നുള്ള സെലിബ്രിറ്റീസിനെയാണ് ബിഗ് ബോസ് പരിഗണിക്കാറുള്ളത്. ഇതിൽ ചില സെലിബ്രിറ്റീസിനെ ബിഗ് ബോസ് നേരിട്ട് വിളിക്കാറുമുണ്ട്. ഈ ഏരിയയിൽ നിന്നും ഇപ്പോൾ വരുന്ന പ്രശസ്തമായ അല്ലെങ്കിൽ ട്രെൻഡിങ്ങിലുള്ള സെലിബ്രിറ്റീസിനെയാണ് ബിഗ് ബോസ് പരിഗണിക്കാറ്. ആ കൂട്ടത്തിൽ ബിഗ് ബോസിൽ വരാൻ സാധ്യതയുള്ള 20 പേരുടെ പേരുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഈ വർഷത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആരൊക്കെയുണ്ടെന്ന്. പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യമായി പറയാൻ പോകുന്ന പേര് ഒരു സീനിയർ ആർട്ടിസ്റ്റിൻ്റേതാണ്. ഏഷ്യാനെറ്റിൻ്റെ തന്നെ സീരിയലായ പത്തരമാറ്റ് സീരിയൽ ഫെയിം നീന കുറുപ്പിൻ്റേതാണ്. നീന കുറുപ്പ് ഓൾറെഡി മലയാളി ഹൗസ് കോണ്ടസ്റ്റൻ്റ് ആയിരുന്നു. സോ നീന കുറുപ്പ് ബിഗ് ബോസ് ഹൗസിൻ സീസൺ 8ലേക്ക് കോണ്ടസ്റ്റൻ്റായി വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. രണ്ടാമതായി പറയുന്ന പേര് ആക്ടറും മ്യൂസിക് ഡയറക്ടറുമായ ശബരീഷിൻ്റേതാണ്. റീസെൻ്റായ കോമഡി കുക്സ് എന്ന ഏഷ്യാനെറ്റ് ഷോയിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇദ്ദേഹത്തെയും നമുക്ക് ബിഗ് ബോസിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മൂന്നാമതായി പറയുന്ന പേര് ഹൻസിക കൃഷ്ണയുടേതാണ്. യൂട്യൂബറും ഇൻഫ്ലുവൻസറുമായ ഹൻസികയ്ക്ക് ധാരാളം ഫാൻ ഫോളോവേഴ്സുമുണ്ട്. റീസെൻ്റായി യൂട്യൂബ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ഇവരുടേത്. ഇതിൽ നിന്നും ആരെങ്കിലും ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമോ എന്ന് ആരാധകർ വളരെ ആകാംക്ഷയോടെയാണ് നോക്കുന്നത്. നാലാമതായി പറഞ്ഞു കേൾക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വളരെയധികം വരാൻ ആഗ്രഹിക്കുന്ന ഒരു പേരാണ് ആങ്കർ ജീവ ജോസഫ്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ജീവ വളരെ പോസിറ്റീവ് ആൻഡ് ഫണ്ണായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. ജീവയ്ക്ക് ഒരുപാട് ഫാൻ ഫോളോവേഴ്സും ഉണ്ട്. സോ ജീവ ബിഗ് ബോസിൽ വരുവാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നു. അടുത്തതായി കേൾക്കുന്ന ഒരു പേരാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബ്യൂട്ടി വ്ളോഗറുമായ ഗ്ലാമി ഗംഗയുടേത്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആരാധകരാണ് ഇവർക്കുള്ളത്. ഈ അടുത്ത കാലത്ത് വിവാഹിതയായ ഇവർ ഉടനെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. ആറാമതായി പറയുന്ന പേര് പ്രണവ് കൊച്ചുവിൻ്റേതാണ്. ലൈഫ് സ്റ്റൈൽ വ്ളോഗറായ പ്രണവിനും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആരാധകരാണുള്ളത്. ഒരു യങ് ബാച്ചിലറായ പ്രണവിന് ബിഗ് ബോസ് ഒരു വലിയ പ്ലാറ്റ്ഫോം ആകുമെന്നാണ് എനിക്കും തോന്നുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള നിരവധി ആളുകൾ ബിഗ് ബോസിൽ എത്താറുണ്ട്. ഏഴാമതായി പറയുന്ന പേര് വളരെയധികം സാധ്യതയുള്ളൊരു പേരാണ്. ഒരുപാട് കോൺട്രവേഴ്സികൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ഈ പേര് ട്രാൻസ് വുമനായ ജാസിയുടേതാണ്. ഉള്ളിൽ വളരെയധികം നന്മകളുള്ള ഒരു വ്യക്തിയായിട്ടാണ് ജാസി എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ജാസി വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അടുത്തതായി ഏഷ്യാനെറ്റ് തന്നെ സീരിയലിൽ നിന്നുള്ള നടിമാരോ നടന്മാരോ ബിഗ് ബോസിലേക്ക് വരുന്നതാണ്. ഇപ്രാവശ്യം പറഞ്ഞു കേൾക്കുന്ന പേര് ഐശ്വര്യ റാംസായുടേതാണ്. മൗനരാഗം സീരിയൽ ഫ്രെയിം ഐശ്വര്യ റാംസായ് ഇത്തവണ ബിഗ് ബോസിലേക്ക് വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. അടുത്ത പേര് അഖിൽ നേടിൻ്റേതാണ്. അഖിലും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ഒരാളാണ്. ഒരുപാട് ഫാൻ ഫോളോവേഴ്സുമുണ്ട്. അഖിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമോ എന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേര് ഫുഡ് വ്ളോഗറായ അൽ സൂരജിൻ്റേതാണ്. ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്ത് ആളുകളെ മനസ്സിൽ ഇടം നേടിയ സൂരജ് ബിഗ് ബോസിൽ വന്നാൽ വളരെ വേർത്തിയായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പത്താമതായി പറയാൻ പോകുന്ന പേര് ആക്ടർ, ആങ്കർ, സോഷ്യൽ മീഡിയ എന്നീ നിലകളിൽ പ്രശസ്തനായ റോഹൻ ലോണയുടേതാണ്. ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റിലും ഓഡിയൻസ് റെക്കമെൻഡേഷനിലും വന്ന ഒരു പേരാണ് റോഹൻ ലോണയുടേത്. അടുത്തതായി പറയാൻ പോകുന്ന പേര് ഇയാൾ പോയാൽ കപ്പ് എടുത്തിട്ടേ വരൂ എന്ന് നമുക്ക് തോന്നുന്ന പേരാണ്. വേറെ ആരുമല്ല, രാഹുൽ ഈശ്വറിൻ്റേതാണ്. ഓൾറെഡി മലയാളി ഹൗസ് വിന്നറായ രാഹുൽ ഈശ്വർ ബിഗ് ബോസിലേക്ക് വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. എത്ര വയസ്സായാലും ഏത് ഏജ് ഗ്രൂപ്പിലും പിടിച്ചു നിൽക്കുന്ന ചില ആളുകളുണ്ട്. രാഹുൽ ഈശ്വർ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. നെക്സ്റ്റ് ഓഡിയൻസ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിന്നുള്ള ആളാണ് ഹംഗ്രി മാഹി. ഇപ്പോൾ തന്നെ ഏഷ്യാനെറ്റിൻ്റെ കോമഡി കുക്സിൽ പങ്കെടുത്തുകൊണ്ട് നിരവധി ആരാധകരെയാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ബിഗ് ബോസ് വളരെയധികം വിളിക്കാൻ ചാൻസുള്ള ഒരാളാണ്. അടുത്തതായി കോമഡി കുക്സിൽ നിന്ന് തന്നെ വരുന്ന ആങ്കറായ RJ ട്വിങ്കിളാണ്. ട്വിങ്കിളും ബിഗ് ബോസ് ഹൗസിലേക്ക് വരുവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ നമുക്ക് കാത്തിരുന്ന് കാണാം ട്വിങ്കിൾ ബിഗ് ബോസ് ഹൗസിൽ എത്തുമോ ഇല്ലയോ എന്ന്. നെക്സ്റ്റ് പറയുന്ന പേരാണ് കിച്ചു സുധി. കിച്ചു സുധിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയുവാനുണ്ട്. ഒരുപാട് സാധ്യതയുള്ള, എനിക്ക് തോന്നുന്നു 99% സാധ്യതയുള്ള ഒരു പേരാണ് കിച്ചു സുധി. കേരളത്തിലെ എല്ലാ അമ്മമാരുടെയും കണ്ണിലൂടെയായ കിച്ചു സുധി ബിഗ് ബോസിലേക്ക് വരണമെന്നാണ് കമൻറ്റ് സെക്ഷനിലെ ഭൂരിഭാഗം ആളുകളും ആവശ്യപ്പെടുന്നത്. കിച്ചുവിനും ആക്ടിങ്ങിൽ താല്പര്യമുണ്ടെന്ന് തൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. കിച്ചു കുറച്ച് ഇൻട്രോവേർട്ട് ആണെങ്കിലും കിച്ചുവിൻ്റെ കരിയറിന് ഈ ബിഗ് ബോസ് വലിയൊരു പ്ലാറ്റ്ഫോം ആകുമെന്ന് വേണം കരുതാൻ. അടുത്തതായി പറഞ്ഞു കേൾക്കുന്ന പേര് സീരിയൽ താരമായ
അമൃത നായരുടേതാണ്. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായ അമൃത നായർക്ക് ഒരുപാട് ഫാൻ ഫോളോവേഴ്സാണുള്ളത്. അമൃത ബിഗ് ബോസിലേക്ക് വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഫേമസ് ആൻഡ് ട്രെൻഡിങ് ആയ ഇൻ്റർവ്യൂവേഴ്സിനെയും ബിഗ് ബോസ് വിളിക്കാറുണ്ട്. ഇത്തവണ അതാരായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. കെന്ന സണ്ണിയുടെ പേരുകളും ഈ കൂട്ടത്തിൽ കേൾക്കുന്നുണ്ട്. സ്ഥിരമായി ബിഗ് ബോസ് വിളിക്കുന്ന ഒരു പേരാണ് അടുത്തത്, സാജൻ സൂര്യ. എല്ലാ വർഷവും ബിഗ് ബോസ് വിളിക്കുന്ന ഒരു പേരാണ് സാജൻ സൂര്യയുടേത്. ഈ വർഷം സാജൻ സൂര്യ ബിഗ് ബോസിലേക്ക് വരുമോ, ബിഗ് ബോസ് സീസൺ 8ലേക്ക് വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തതായി പറഞ്ഞു കേൾക്കുന്ന പേരാണ് സീരിയൽ താരമായ സിദ്ധാർത്ഥ് പ്രഭുവിൻ്റേത്. സിദ്ധാർത്ഥ് പ്രഭു ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമോ എന്ന് നമുക്ക് നോക്കാം. അവസാനമായി പറയുന്ന പേര് ആകാശ് പരമേശ്വരൻ്റേതാണ്. ഇൻസ്റ്റഗ്രാമിൽ വളരെ സജീവമാണ് ഇദ്ദേഹം. അപ്പോൾ ഇതാണ് ബിഗ് ബോസ് സീസൺ 8ൻ്റെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു ഏകദേശ പ്രഡിക്ഷൻ ലിസ്റ്റ്. ഇതിൽ നിങ്ങൾക്ക് ഏത് കണ്ടസ്റ്റൻറ്റ് വരാനാണ് താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുള്ള കണ്ടസ്റ്റൻസിൻ്റെ പേരും കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലുള്ള ബിഗ് ബോസിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക്